യേശുവിൻ്റെ ഗെത്സമനിലെ പ്രാർത്ഥന മുതൽ കുരിശുമരണം വരെയുള്ള 5 പ്രധാന സംഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ദിവ്യരഹസ്യങ്ങൾ, ദുഃഖരഹസ്യങ്ങൾ എന്ന് വിളിക്കാൻ കാരണം നമുക്ക് വ്യക്തമാണ്. ഈശോയുടെ ജീവിതത്തെ ഏറ്റവും നിർണായകമായ സങ്കടങ്ങളുടെയും വേദനകളുടെയും സംഭവങ്ങളാണത്. ഒപ്പം മാതാവിൻ്റെ ജീവിതത്തിലും അത് വലിയ ദുഃഖത്തിനും സങ്കടത്തിനും കാരണമാക്കി. പക്ഷെ അവയെല്ലാം രക്ഷാകരമായ ദുഃഖവും സങ്കടവുമാണ്. അപ്പോൾ ഈ ഓരോ രംഗത്തും ഉള്ള ഈശോയെ നാം ഹൃദയത്തിൽ ധ്യാനിക്കുന്ന ഒരുപാട് നന്ദിയോടുകൂടി ആയിരിക്കണം. കാരണം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈശോ പീഡ ഏൽക്കുന്നത്. അതുകൊണ്ട് ഈശോയോടുള്ള അഗാധമായ സ്നേഹത്തോടെയാണ് ഈശോയുടെ നാമം നന്മ പറയുമെന്ന പ്രാർത്ഥന ഉച്ചരിക്കേണ്ടത്. ഈശോയുടെ സഹനത്തിൽ തുല്യ പങ്കാളിത്തം വഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ആത്മനൊമ്പരവും വേദനയും ഓർത്തുകൊണ്ട് അമ്മയോടുള്ള കടപ്പാട് സ്നേഹവും കൂടി കാണിക്കത്തക്കവണ്ണമാണ് അമ്മയെയും നമ്മൾ ഈ സമയത്ത് വിളിച്ചപേക്ഷിക്കുന്നത്. അപ്പോൾ ആ ദിവ്യ രഹസ്യം നമ്മുടെ മനസ്സിൽ പച്ചകടാതെ നിർത്തിക്കൊണ്ട് ആ രംഗത്ത് നമ്മുടെ മനസ്സുറപ്പിച്ചുകൊണ്ട് ആ ഓരോ രംഗത്തും പ്രത്യക്ഷപ്പെടുന്ന ഈശോയെയും മാതാവിനെയും, വേദന അനുഭവിക്കുന്ന ഈശോയെയും ആ വേദനയിൽ പങ്കാളിയായ പരിശുദ്ധ മാതാവിനെ സ്നേഹത്തോടും നന്ദിയോടും കണ്ടുകൊണ്ടാണ് നമ്മൾ ദുഃഖരഹസ്യത്തിൽ ഓരോ നന്മ പറയുന്നതും ഉച്ചരിക്കേണ്ടത്.